ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കോഴിക്കോട് വടകരയിൽ നിർത്തിയിട്ട കാരവനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയവരെ തിരിച്ചറിഞ്ഞു എന്ന വിവരം പുറത്തുവരുന്നു. മലപ്പുറം വണ്ടൂർ സ്വദേശി മനോജും കാസർഗോഡ് ചെറുപുഴ സ്വദേശി ജോയലുമാണ് മരിച്ചത്. എസിയുടെ തകരാർ മൂലം വിഷവാതകം ശ്വസിച്ചതാകാം മരണകാരണമെന്ന് വടകര റൂറൽ എസ് പി 24-നോട് പറഞ്ഞു. മനോജ് ജോയൽ എന്നാണ് അവരുടെ പേരെന്നാണ് നമുക്ക് കൺഫേം ചെയ്യുന്നതേ ഉള്ളൂ. ഇവര് ഒരു കല്യാണം പാർട്ടി കഴിഞ്ഞ് വരുമായിരുന്നു. അവരവിടെ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങിയതാവാനാണ് സാധ്യത കാണുന്നത്. പക്ഷേ എന്താണ് കൂടുതൽ എന്നുള്ളത് പരിശോധന ശേഷം മാത്രമേ പറയാൻ പറ്റൂ. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം പട്ടാമ്പി ചെറുപുഴ സ്വദേശികളാണ്. പട്ടാമ്പിയും ചെറുപുഴയും നേറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവരവിടെ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് കാരവാൻ ആയതുകൊണ്ട് അതില് നിർത്തിയിട്ട് ഉറങ്ങിയതാവാനാണ് സാധ്യത. വേറെ എന്തെങ്കിലും ഒരു എഞ്ചിന്റെ എസിയുടെ തകരാറ് കൊണ്ടുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ മൊമെന്റിൽ അത് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. ഈ മരണവിവരം പുറത്തറിഞ്ഞ ആ സമയത്ത് റൂറൽ എസ് പി പ്രതികരിച്ചതാണ് പ്രേക്ഷകർ കേട്ടത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, ഇപ്പോൾ ഈ മരിച്ചവരാരാണ് എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഏറ്റവും ഒടുവിലായി അറിയിക്കുന്ന കാര്യങ്ങൾ? ഈ അപകടം എങ്ങനെ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് രാഹുൽ? റീജിത്ത്, ഈ സംഭവത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. ആ പ്രാഥമിക വിവരത്തിൽ നിന്ന് നമ്മൾ അനുമാനിക്കേണ്ടത് ഈ സംഭവം, അതായത് കണ്ണൂരിൽ വിവാഹ പാർട്ടിക്ക് ആളുകളെ ഇറക്കിയിട്ട് തിരിച്ചു വരുന്നതിനിടെ എസിയിലെ വിഷവാതകം ശ്വസിച്ചാണ് 2 പേർ മരണപ്പെട്ടിരിക്കുന്നത്. അതിദാരുണമായ ഒരു സംഭവം എന്ന് തന്നെ ഈ ആദ്യഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെയാണ് ഈ കണ്ണൂരിൽ ഈ വിവാഹ പാർട്ടിക്ക് ആളുകളെ ഇറക്കിയ ശേഷം ഇവർ തിരികെ വരുന്നത്. ദൂരയാത്രയുടെ ക്ഷീണത്തിൽ ഇവർ വടകരയ്ക്ക് സമീപം വാഹനം വഴിയരികിൽ നിർത്തിയിട്ട ശേഷം വിശ്രമിക്കുകയായിരുന്നു. ഈ വിശ്രമിക്കുന്നതിനിടെ എസി തകരാറിലായത് മൂലം ഈ വിഷവാതകം ശ്വസിച്ച് മരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നലെ മുതലാണ് വഴിയരികിൽ ഈ ആളുകൾ കാണുന്നത്. പക്ഷേ ഇന്ന് വൈകിട്ടായിട്ടും ഈ വാഹനം അവിടെ നിന്ന് മാറാതിരുന്നതോടെ നാട്ടുകാർക്ക് സംശയം തോന്നുകയും തുടർന്ന് വടകര പോലീസിന് വിവരം അറിയിക്കുകയുമായിരുന്നു. വടകര പോലീസ് നടത്തിയ പരിശോധനയിലാണ് 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യം ഒരാൾ ഈ വാഹനത്തിന്റെ സ്റ്റെപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. അതിനുശേഷം വാഹനത്തിന്റെ അകത്ത് പരിശോധന നടത്തിയപ്പോഴാണ് ഈ വാഹനത്തിന്റെ ബെർത്തിൽ മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തുന്നത്. ഈ 2 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചെറുപുഴ സ്വദേശിയായിട്ടുള്ള ജോയൽ, വണ്ടൂർ സ്വദേശിയായിട്ടുള്ള മനോജ് തുടങ്ങി 2 പേരാണ് മരിച്ചിട്ടുള്ളത്. ഇവർ 2 പേരും വാഹനത്തിന്റെ ഡ്രൈവറും ക്ലീനറുമാണെന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. ശരി, രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. സന്നിധാനത്ത് ഹരിവരാസനം പാടി ശബരിമല നട അടച്ചിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇനി ശബരിമലയിലെ നാളത്തെ ചടങ്ങുകൾ നോക്കാം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വാർത്തകളിലേക്ക് വീണ്ടും. കൊച്ചിയിൽ NCC ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ. കാക്കനാട് KMM കോളേജിലെ ക്യാമ്പിൽ പങ്കെടുത്ത സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. 73 വിദ്യാർത്ഥികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കോളേജിന് മുന്നിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. അമൽ സുരേന്ദ്രൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഈ കുട്ടികളുടെ ആരോഗ്യനിലയിൽ ആശങ്കയൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത്. എന്താണ് സംഭവിച്ചത്? ഈ കോളേജ് അധികൃതരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം എന്താണ്? രക്ഷിതാക്കൾ പറയുന്നത് എന്താണ് അമൽ? റിജിത്ത്, ഞാനിപ്പോഴുള്ളത് തൃക്കാക്കരയിലെ KMM കോളേജിലാണ്. ഈ കോളേജിലായിരുന്നു ഈ ഒരു NCC ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത്. 20 തൊട്ട് 29 വരെയുള്ള ക്യാമ്പായിരുന്നു. ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് നടന്ന ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ നിന്നാണ് കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായതും 70ഓളം കുട്ടികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടുമുള്ളത്. ഈ വിദ്യാർത്ഥികൾക്കുണ്ടായിട്ടുള്ള ഈ ഭക്ഷ്യവിഷബാധയിൽ അങ്ങേയറ്റം വ്യാകുലരായിക്കൊണ്ടാണ് കുട്ടികളുടെ മാതാപിതാക്കൾ KMM കോളേജിന്റെ മുൻവശത്ത് വന്നു നിൽക്കുന്നത്. ഈ കുട്ടികളെ കാണണം എന്നുള്ള ആവശ്യത്തിന്റെ പുറത്താണ് ഇവരിവിടെ കൂടിയിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് കൊടുത്ത ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ രക്ഷിതാക്കൾക്ക് വളരെ വലിയൊരു ആശങ്കകളുണ്ട്. അല്ലെങ്കിൽ മോശം ഭക്ഷണമാണ് കുട്ടികൾക്ക് കൊടുത്തത് എന്നാണ് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ പറയുന്നത്. ചേട്ടാ, എന്തായിരുന്നു സംഭവം നടന്നത്? ഈ കുട്ടികൾക്ക് കൊടുത്ത ഭക്ഷണത്തിലുണ്ടായ കുഴപ്പം ഡീറ്റെയിൽസ് അറിയില്ല. കാരണം കുട്ടിക്ക് വയ്യാന്ന് മാത്രമേ അറിയുള്ളൂ. അല്ലാതെ ഭക്ഷണത്തിന്റെ മോശമായിരിക്കണമല്ലോ, അല്ലാതെ എങ്ങനെ വരണത്?
ബാക്കി ഡീറ്റെയിൽസ് അറിയില്ല. ഈ ഭക്ഷണത്തിന് തനിയെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫീസ് മേടിച്ചിരുന്നല്ലേ? ഉണ്ട്. ക്യാമ്പ് ഫീസ് ഉണ്ട്. 2400 രൂപ മേടിച്ചിട്ടുണ്ട് എല്ലാവരുടെയും. 2405 മേടിച്ചിട്ടുണ്ട്. ഈ ഒരു ഫീസ് മേടിച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കാണാൻ ഇപ്പോൾ താങ്കളുടെ കുട്ടി എങ്ങനെയാണ് എന്നെല്ലാം അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, അറിഞ്ഞിട്ടില്ല. ഔട്ട് പാസ് ഇഷ്യൂ ചെയ്യണമെന്നാണ് ഏതൊരു പാരന്റ് ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, ഡീറ്റെയിൽസ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. നിലവിൽ ഹോസ്പിറ്റലാണോ ഇവിടെ ഉള്ളത്? ഹോസ്പിറ്റൽ ഉള്ളിലുണ്ടെന്നാണ് കേട്ടത്. പക്ഷേ ഇവർ ഗേറ്റ് അടച്ചുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. അത് മര്യാദയ്ക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് വരില്ല, ഇത്ര പാനിക്ക് ആർക്കും ആവില്ല. അങ്ങനെ തന്നെയാണ് കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാനുള്ള ആ ഒരു വ്യാകുലതയുടെ പുറത്താണ് മാതാപിതാക്കളെല്ലാം കോളേജ് ഗേറ്റിന് മുമ്പിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇവിടെ പോലീസുണ്ട്. പോലീസ് വിദ്യാർത്ഥികളെ കാണാനായിട്ട് ഇവിടെ ഉള്ള മാതാപിതാക്കളെ സമ്മതിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ പലതരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും കോളേജ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഈ കോളേജിൽ തന്നെയുള്ള മെസ്സിൽ നിന്നാണ് പാചകം ചെയ്തത്. പാചകം ചെയ്തപ്പോൾ തന്നെ ആ ചെയ്ത ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തിൽ പലതരം പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്ന് മാതാപിതാക്കൾ ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ തൊട്ട് ഈ പ്രശ്നം ഉയർന്നു വന്നതാണെന്നാണ് ഇവിടെയുള്ള എന്ന പ്രദേശവാസികളുടെ എല്ലാം വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ചേട്ടാ, ഇന്നലെ തൊട്ട് ഈ പ്രശ്നം ഉണ്ടെന്നാണ് പലരും പറയുന്നത്, ഈ നാട്ടുകാരെല്ലാം പറയുന്നത്. അതറിയില്ല, ഇന്ന് വൈകിട്ടാണ് നമ്മൾ അറിഞ്ഞത്. ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമ്മളത് വന്നതിന് കുട്ടി പുറത്തോട്ട് വന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇത് എന്താണ് സംഭവം എന്ന്. അവർ നേരിട്ട് പറഞ്ഞാൽ അറിയാൻ പറ്റും. ഈ കോളേജ് അധികാരികളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ എന്തെങ്കിലും അറിയില്ലല്ലോ, നമുക്ക് അവരെയൊന്നും അറിയില്ല. നമ്മൾ ക്യാമ്പിൽ വന്നേക്കണല്ലേ, കോളേജ് അധികാരികൾ നമുക്ക് അറിയില്ലല്ലോ. ഇത് പറയേണ്ടത് അവരാണ്. നമുക്കറിയില്ല എന്താണ് കഴിച്ചതെന്നും എന്താ കൊടുത്തതെന്നും പറയേണ്ടത് അവരാണ്. നമ്മളിപ്പോൾ ഗേറ്റിന് പുറത്താണ് നിൽക്കുന്നത്, എന്താ അവസ്ഥയെന്ന് നമുക്കറിയില്ല. ഈ നിലവാരമില്ലാത്ത ഭക്ഷണം, വെള്ളം, ഇതൊക്കെയാണ് കുട്ടികൾക്ക് ഈ ഒരു കുടിക്കാൻ കൊടുത്തത്. പക്ഷേ ഭക്ഷണം നല്ലതല്ലായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട് കുട്ടികൾ. ഞാനിപ്പോൾ സംസാരിച്ച എൻ്റെ മോനുൾപ്പെടെയുള്ള മറ്റു വന്ന് കണ്ട കുട്ടികളെല്ലാം ഫുഡ് മോശമാണ് എന്നാണ് അവർ ഭയങ്കരമായിട്ട് പറയുന്നത്. ശരി, അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കൊച്ചിയിലാണ് NCC ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധയുണ്ടായത്. കാക്കനാട് KMM കോളേജിലെ ക്യാമ്പിൽ പങ്കെടുത്ത സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. തുടർന്ന് വിദ്യാർത്ഥികളെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. രക്ഷിതാക്കളും അവിടെ കോളേജിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. അമൽ സുരേന്ദ്രൻ അവരുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ പങ്കുവയ്ക്കുകയായിരുന്നു. ഡൽഹിയിലെ CBCI ആസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോൾഡഖാന സേക്രഡ് ഹാർട്ട് ദേവാലയം സന്ദർശിച്ച മോദി പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതായി പറഞ്ഞു. ജർമ്മനിയിലെയും ശ്രീലങ്കയിലെയും പള്ളികൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്കെതിരെ പോരാടാൻ ജനങ്ങൾ മുന്നോട്ട് വരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. CBCIയുടെ ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ മുഖ്യാതിഥിയായാണ് പ്രധാനമന്ത്രി എത്തിയത്. CBCI ആസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രിക്ക് കർദിനാൾമാരും ബിഷപ്പുമാരും പുരോഹിതന്മാരും ചേർന്ന ഊഷ്മള സ്വീകരണം നൽകി. മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതിൽ സന്തോഷം പങ്കുവച്ച പ്രധാനമന്ത്രി ഭാരതപുത്രൻ കർദിനാളായതിൽ അഭിമാനമെന്ന് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ അഭിനന്ദിച്ചു. इसी साल इटली में G7 समिट के दौरान मुझे हिज होलीनेस पोप फ्रांसिस से मिलने का अवसर मिला था. पिछले 3 वर्ष में ये हमारी दूसरी मुलाकात थी. मैंने उन्हें भारत आने का निमंत्रण भी दिया है. 1.5 മണിക്കൂറിലേറെ CBCI ആസ്ഥാനത്ത് ചെലവഴിച്ച ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ചരിത്രപരമെന്ന് CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്. 2000 കൊല്ലത്തെ പഴക്കമുള്ള ഭാരതത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് ഇന്നൊരു ഹിസ്റ്റോറിക് ഇവൻ്റ് തന്നെയാണ്. ഈ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ തിരുനാൾ നവവത്സരത്തിൽ ഒരുക്കമായി പ്രധാനമന്ത്രി തന്നെ അതിനെ അംഗീകരിക്കുകയും ഇന്ത്യയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഒരു സന്ദേശമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് ആഘോഷത്തിൽ പങ്കെടുത്തത്. 24 ഡൽഹി. പാലക്കാട് വീണ്ടും ക്രിസ്മസ് ആഘോഷത്തിന് നേരെ അസഹിഷ്ണുത. നെല്ലേപ്പള്ളി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ അലങ്കോലപ്പെടുത്തിയതിന് പിന്നാലെ തത്തമംഗലത്ത് സ്കൂളിലെ പുൽക്കൂട് അജ്ഞാത സംഘം തകർത്തു. സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. തത്തമംഗലം UP സ്കൂളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കുട്ടികൾ സ്ഥാപിച്ച പുൽക്കൂടാണ് അജ്ഞാതർ തകർത്തത്. ജില്ലാ പോലീസ് മേധാവിയും ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. അന്വേഷണ പോലീസ് സയന്റിഫിക് ഉദ്യോഗസ്ഥന്മാരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് വന്ന് പരിശോധന നടത്തി സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. ചീറ്റൂർ സിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് കേസ് അന്വേഷണത്തിൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ പോസിബിലിറ്റീസ് ഞങ്ങൾ പരിശോധിച്ചിട്ട് നല്ല അന്വേഷണ കേസ് നടത്തും. സ്ഥലം മന്ത്രി K. കൃഷ്ണൻകുട്ടിയും സന്ദർശിച്ചു. പ്രത്യേകമായ സംഘത്തിനെ അന്വേഷിക്കും. രണ്ടും കൂടി തന്നെ അവർ പ്രത്യേക സംഘത്തിനെ വെച്ച് ഈ പ്രശ്നത്തിന് അന്വേഷിക്കും. ഞാൻ SP ആയിട്ട് സംസാരിച്ചു. സന്ദർശനത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിയെ നേരിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. ഹലോ,
ഞാൻ വിളിച്ചത് ഞാൻ ഈ ചിറ്റൂരിൽ 2 സ്ഥലത്ത് ഈ പുലിക്കൂടുകൾ നമ്മുടെ ക്രിസ്മസ് ഒരു ആഘോഷത്തിനൊക്കെ തകർത്തിട്ടുണ്ട്. മിനിഞ്ഞാന്നൊന്ന് തകർത്തു, ഇന്നലെയൊന്ന് തകർത്തു. CM ആയിട്ട് സംസാരിച്ചതാണ്. നല്ലേപ്പിള്ളിയിലെയും തത്തമംഗലത്തെയും സംഭവങ്ങളിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. നല്ലേപ്പിള്ളിയിൽ സ്കൂൾ പരിസരത്ത് ഡിവൈഎഫ്ഐ സൗഹൃദ കാരൽ സംഘടിപ്പിച്ചു. മധുരം വിതരണം ചെയ്തായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സൗഹൃദ കാരൽ. ക്രിസ്തുമസ് ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തിയതിനെ BJP നേതൃത്വം തള്ളി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും നേതാക്കൾ. ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ശക്തമായിട്ടുള്ള നടപടി ഇക്കാര്യത്തിൽ വേണം. ഈ അടുത്ത കാലത്ത് BJP വിട്ട് പോയിട്ടുള്ള ചില ആളുകളുടെ പങ്കാളിത്തം ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അതുകൊണ്ട് നിഷ്പക്ഷവും നീതിപൂർവവുമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണം. സംഭവത്തിനു പിന്നിൽ BJP നേതൃത്വമെന്നാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ ആരോപണം. സ്കൂളിലേക്ക് നുഴഞ്ഞുകയറി ബഹളമുണ്ടാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. BJP വർഗീയ നിലപാടെടുക്കുന്നതിന്റെ ദുരന്തം ക്രൈസ്തവ സഭ മനസ്സിലാക്കണമെന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. 24 പാലക്കാട്. പാലക്കാട് നല്ലേപ്പിള്ളി സ്കൂളിലെ ക്രിസ്മസ് കാരൽ തടസ്സപ്പെടുത്തിയതിനെ ന്യായീകരിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത്. സർക്കാർ സ്കൂളിലെ മതപരമായ ചടങ്ങുകൾ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് എന്നാണ് VHP സംസ്ഥാന പ്രസിഡന്റ് VG തമ്പിയുടെ പ്രതികരണം. കേസിനെ നിയമപരമായി നേരിടുമെന്നും VHP വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. വനനിയമ ഭേദഗതിയിൽ മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ച് കേരള കോൺഗ്രസ് എം. കർഷക വിരുദ്ധ നടപടി ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജോസ് കെ മാണി പറഞ്ഞു. നിയമ ഭേദഗതിയിൽ സർക്കാരിനെതിരെ ക്രൈസ്തവ സഭ നിലപാട് കടുപ്പിക്കുകയാണ്. വനനിയമ ഭേദഗതിക്കെതിരെ ക്രൈസ്തവ സഭകൾ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുമായി കേരള കോൺഗ്രസ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയത്. ആശങ്കകൾ ഗൗരവമായി പരിശോധിക്കുമെന്ന ഉറപ്പു ലഭിച്ചെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജോസ് കെ മാണി. വനമന്ത്രിയുടെ നിലപാടിലെ അതൃപ്തിയും ജോസ് കെ മാണി മറച്ചുവെച്ചില്ല. വനംവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. ജനവിരുദ്ധമായ, കർഷക വിരുദ്ധ, മലയോര കർഷക വിരുദ്ധമായ അല്ലെങ്കിൽ അവരുടെ താല്പര്യ വിരുദ്ധമായ ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് വളരെ വ്യക്തമായി മുഖ്യമന്ത്രി അറിയിക്കുന്നു. നിയമ ഭേദഗതിയിൽ സർക്കാരിനും വനമന്ത്രിക്കുമെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് ക്രൈസ്തവ സഭ. വനമന്ത്രിക്ക് നേരം വെളുത്തിട്ടില്ലെന്നും ശക്തമായ പ്രതിഷേധമുയരുമെന്നും താമരശ്ശേരി രൂപതാ ബിഷപ്പ്. വനനിയമത്തെ സംബന്ധിച്ച് മന്ത്രിയുടെ പ്രഖ്യാപനം ഇതുവരെ അദ്ദേഹത്തിന് നേരം വെളുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഉദ്യോഗസ്ഥർക്ക് കർഷകരെ അറസ്റ്റ് ചെയ്യാം. എവിടെ അറസ്റ്റ് ചെയ്യാം? എവിടെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. അടിയന്തര അവസ്ഥ കാലത്താണ് ഇതുപോലുള്ള നിയമങ്ങളുള്ളത്. എന്നാൽ ഇപ്പോഴത്തേത് അനാവശ്യ ചർച്ചകളെന്ന നിലപാടാണ് വനമന്ത്രി AK ശശീന്ദ്രനേത്. കഴമ്പുള്ള വിഷയമെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാർ. നിലവിലുള്ള ബില്ലിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണ്, അതിൽ ഏതൊക്കെ മാറ്റങ്ങളോടാണ് വിയോജിപ്പ്, അത് വ്യക്തമാക്കിയാലാണ്. അതിൽ ന്യായമായ കാര്യങ്ങളുണ്ടെങ്കിൽ, കഴമ്പുള്ള വിമർശനമുണ്ടെങ്കിൽ മുൻവിധികൾ ഇല്ലാതെ സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഗവൺമെന്റ് തയ്യാറാണ്. വനനിയമ ഭേദഗതിക്കെതിരെ ക്രൈസ്തവ സഭാ സംഘടനകളും കേരള കോൺഗ്രസും ഒരുപോലെ എതിർപ്പുന്നയിച്ചതോടെ സർക്കാർ പ്രതിരോധത്തിലായി. 24 തിരുവനന്തപുരം. വാർത്തയിലേക്ക് വീണ്ടും നോക്കാം. ചില വാർത്തകൾ ചുരുക്കത്തിൽ. ADGP MR അജിത് കുമാറിനെതിരെ DGPക്ക് പരാതി നൽകിയ ADGP P വിജയൻ. സ്വർണ്ണക്കടത്ത് കേസിൽ അജിത് കുമാർ തനിക്കെതിരെ കള്ളമൊഴി നൽകിയെന്ന് ആരോപണം. കൊല്ലം ചവറയിൽ കുടിവെള്ളം ശേഖരിച്ച് മടങ്ങുന്നതിനിടെ വള്ളം മറിഞ്ഞു മരിച്ച സന്ധ്യ സെബാസ്റ്റ്യന് നാട് വിട നൽകി. കുടിവെള്ളം എത്തിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ച് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ. പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുന് പോലീസിന്റെ നോട്ടീസ്. നാളെ രാവിലെ 11 മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നിർദ്ദേശിച്ച് ഹൈദരാബാദ് പോലീസ്. കൊച്ചിയിൽ NCC ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ എന്ന വാർത്ത നേരത്തെ പ്രേക്ഷകരോട് പങ്കുവച്ചിരുന്നു. അതിന്റെ പുതിയ വിവരങ്ങൾ എന്താണ് എന്നുള്ള കാര്യം തേടേണ്ടതുണ്ട്. കാക്കനാട് KMM കോളേജിലെ ക്യാമ്പിൽ പങ്കെടുത്ത സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. 70-ലധികം വിദ്യാർത്ഥികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോളേജിന് മുന്നിൽ രക്ഷിതാക്കളെത്തി അവിടെ പ്രതിഷേധം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അമൽ സുരേന്ദ്രൻ അല്പസമയത്തിനകം തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും.
കൊച്ചിയിൽ NCC ക്യാമ്പിലാണ് ഈ ഭക്ഷ്യ വിഷബാധ ഉണ്ടായിരിക്കുന്നത്. ഭക്ഷണത്തിൽ നിന്നുള്ള പ്രശ്നമാണ് എന്നുള്ള കാര്യം നേരത്തെ അവിടെ എത്തിയ രക്ഷിതാക്കളും പറഞ്ഞു. ഇന്ന് ഒരു 7 മണി ആ ഒരു ടൈം വരെ നല്ല വോമിറ്റിംഗ് ആയിരുന്നു. അപ്പം എൻ്റെ കൂടുതലുണ്ടായിരുന്നവരെ ഹോസ്പിറ്റലിൽ പോകാൻ കുറേ നേരം 3 പ്രാവശ്യം അവന്മാർ ലിഫ്റ്റ് ഇറങ്ങി താഴെ വന്നു. അവന്മാരെ കണ്ടീഷൻ വളരെയധികം ബാഡായിരുന്നു. എന്നിട്ടും അവർ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടില്ല. ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടാണ്ട് ഇവിടെ തന്നെ MA റൂമിലേക്ക് ഒരു 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ഇറക്കിച്ചു. പക്ഷേ എന്നിട്ട് ലാസ്റ്റാണ് അവന്മാർക്ക് ഒട്ടും പറ്റാണ്ട് വന്നപ്പോഴാണ് അവന്മാർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് തന്നെ. നിങ്ങളോട് ഈ വിവരം പുറത്തു പറയലെന്ന് ആരെങ്കിലും പറഞ്ഞു? പുറത്ത് പറയരുത്, ഞങ്ങളുടെ ഫോണില്ലല്ലോ, ഞങ്ങൾക്ക് പുറത്ത് പറയാൻ ഒരു ഓപ്ഷനും ഇല്ല. ഞങ്ങളുടെ ഫോൺ മേടിച്ച് വെച്ചേക്കുമായിരുന്നു. ഫോൺ ക്യാമ്പ് തുടങ്ങിയ ദിവസം കൊടുത്താ മേടിച്ച് വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുറത്ത് പറയാൻ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഭക്ഷണത്തിന്റെ ഒക്കെ നിലവാരം എങ്ങനെയാണ്? ഭക്ഷണത്തിന്റെ നിലവാരം നമുക്ക് കഴിക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നും തോന്നില്ല. പക്ഷേ വെള്ളത്തിന്റെ അവസ്ഥയാണെങ്കിൽ കുറച്ച് ശോകമാണ്. നമ്മൾ ആ മേളത്തെ കുളിക്കണ വെള്ളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അത് ഈ കുളത്തിൽ നിന്ന് അടിക്കണ വെള്ളമാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഭക്ഷണം പരാതി കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ആ സമയത്തൊന്നും വേറെ കുളിക്കുന്ന വെള്ളമായതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പരാതി അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഇവിടെ ആ ദൃശ്യങ്ങളിൽ കാണാം വലിയ പ്രതിഷേധം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്താണ് അവർ പറയുന്നത്? പുതിയ വിവരങ്ങൾ എന്താണ്? അത് ഇങ്ങനെ ഛർദിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിള്ളേർക്ക് തളർന്നു പോണ്. കാരണം ഇവർക്ക് വെള്ളമൊന്നും കുടിക്കാത്തോണ്ടാന്ന് തോന്നുന്നു പിള്ളേര്. പിന്നെ വെയിലത്തൊക്കെയാണല്ലോ ഡ്രില്ലും കാര്യങ്ങളൊക്കെ. അങ്ങനെ തലയിറങ്ങി വീണത്. ഭക്ഷണത്തിൽ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല? ഭക്ഷണത്തിന് കാരണം ഇന്നലത്തെ ചിക്കൻ ഉണ്ടായി. ചിക്കൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതെന്ത് പറയണ്ടേ, വേറെ പ്രശ്നമൊന്നുമില്ല. ചിക്കൻ പ്രശ്നം ഉണ്ടായെന്ന് പറയാണ് പിള്ളേര്. ഇതൊക്കെയായിരുന്നു കൊടുത്തോണ്ടിരുന്ന. ഞാൻ കുഴപ്പം ചിക്കൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് വെന്തിട്ടുണ്ടായില്ല. അതാണ് കുറച്ച് ശോകം ഉണ്ടായത്. ചില ആൾക്കാർക്ക് പിടിച്ചു, ചില ആൾക്കാർക്ക് കുഴപ്പമുണ്ടായില്ല. ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായില്ല, ചില ആൾക്കാർക്കാണ് പ്രശ്നം ഉണ്ടായത്. ചില പിള്ളേർക്കൊക്കെ പണി കിട്ടിയെന്ന് പറഞ്ഞു. നമുക്ക് പ്രശ്നം ഉണ്ടായില്ല. ഞാൻ എവിടെ പോയി തപ്പി നോക്കും? ഇവിടെ ആരോട് ചോദിച്ചാൽ ഇവിടെ ഇല്ല, കുടിക്കാൻ വെള്ളം കൂടെ പിള്ളേർക്ക് കൊടുക്കുന്നില്ല. പിന്നെ എവിടെ NCC ഇവിടെ നടത്തുന്നപ്പോ? NCC എന്തിനാ നടത്തുന്നത്? ഒരു കുന്തമില്ല അവിടെ. ഇല്ലില്ല, എന്റെ അനിയനാണ് ഇവിടെ ഉള്ളത്. അവനെ പറ്റി ഞാൻ എന്ത് ചെയ്യും? എന്റെ അനിയനാണ് ഇവിടെ ഇരിക്കണം. ഞാൻ എന്ത് ചെയ്യും? നോക്കിക്കോടന്ന്. ഇത് ഏത് ഹോസ്പിറ്റലാന്ന് അവര് പറയണില്ല. ഹോസ്പിറ്റലാന്ന് പറയണ്ടേ, ഏത് ഹോസ്പിറ്റലാന്ന് അറിയില്ല. ഹോസ്പിറ്റലാ പറയണ അവര് അത് പറഞ്ഞിട്ടില്ലേ ഇവര്? മറ്റേ ഫുഡ് ഇൻഫെക്ഷൻ ആന്ന് പറഞ്ഞ കൊച്ചിയിൽ NCC ക്യാമ്പിലാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. കാക്കനാട് KMM കോളേജിലെ ക്യാമ്പിൽ പങ്കെടുത്ത സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. 70-ലധികം വിദ്യാർത്ഥികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കോളേജിലേക്ക് ഈ വിവരം അറിഞ്ഞ് രക്ഷിതാക്കൾ എത്തുന്നുണ്ട്. പക്ഷേ കുട്ടികളെ ഏത് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് എന്നതടക്കമുള്ള വിവരങ്ങൾ ഇവർ കൈമാറുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് അവർ ഉയർത്തുന്നത്. അതാണ് വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുന്നത്. അവശനിലയിലായിട്ടും കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല എന്നുള്ള പരാതിയും ഈ കുട്ടികൾ ഉയർത്തുന്നുണ്ട്. പഠിച്ചു കൊടുക്കാം, ഇവിടെ വന്നിട്ട് ഇടിയും പിടിയും. എനിക്കങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ ക്ലാസ്സിലുള്ള 5 പേർക്ക് ഇതായി. പൊളിച്ച പിടിച്ചാൽ മതി. ഏതോ സാബ്. ഞങ്ങ പുറത്തത് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പൈൻ്റെന്നാ പറഞ്ഞ, ഇവിടെ നിന്നതിന്റെ അല്ലാന്നാ പറഞ്ഞ. പുറത്ത് വെച്ച സ്നാക്സ് ഇല്ലേ, അത് കഴിച്ചേനാ പറഞ്ഞ. സ്നാക്സ് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചപ്പോ പറഞ്ഞ. ഭക്ഷണം കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ അന്നത്തെ ഒന്ന് മോര് കുടിച്ചപ്പോ പറ്റിയത്. കുഴപ്പമൊന്നുമില്ല. എവിടാ? വലിയ പ്രതിഷേധം രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന്, വിദ്യാർത്ഥികളുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നൊക്കെ അവിടെ ഉയരുകയാണ്. പണ്ടെന്തോ ചെയ്തെന്ന് പറഞ്ഞ എപ്പോഴും ഇങ്ങനെ ചെയ്യുമായിരുന്നു. ആ സ്കൂളിന് മാത്രം ഇതാക്കിയിട്ട്
ഒരു ചെക്കൻ്റെ ബെൽറ്റ് ഊരി പോയപ്പോഴേക്കും അവനടി ഇവിടെ ഇങ്ങനെ ആക്കി. അത്ര അടിയില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ശ്രദ്ധപ്പെട്ടു? ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇന്ന് മാത്രം ഉണ്ടായല്ലോ, ബാക്കിയുള്ള ദിവസം കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണത്തിന് ഞാൻ കഴിച്ചില്ല. അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല ഉച്ചക്കത്ത്. എന്തോ കുഴപ്പമുണ്ടായിരുന്നു, എന്തോ മോര് കുടിക്കാൻ എന്തോ സാധനത്തിൽ എന്തോ കുഴപ്പമുണ്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് പറയാന്ന് പറഞ്ഞു. നമ്മളത് നേരിട്ട് ഇങ്ങോട്ട് പോന്ന് നമ്മള് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അറിയുന്നത്, ഞാൻ എന്റെ മോനത് ഇവൻ പറയുന്നത് തലക്കടിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. ഇവരെന്താ ഇവിടെ ചെയ്യുന്നത് എനിക്കറിയില്ല. ഫുഡ് അവൻ ഭാഗ്യത്തിൽ നിന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ല, അത് കാരണം അവന് കുഴപ്പമൊന്നുമില്ല. ഇല്ലല്ലോ ഒന്നും പറഞ്ഞില്ല, കാരണം അവരായിട്ടൊന്നും ഞാൻ വന്നില്ല. ടീച്ചേഴ്സിനെ വിളിച്ചു, മറ്റേ സ്കൂളിലെ ടീച്ചറെ വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ടീച്ചറിനും വലിയ വിവരമില്ല, ഞാൻ വന്നിട്ട് അറിയുന്നതന്നെ അവര്. എന്നിട്ട് പിന്നെ ടീച്ചർ പറഞ്ഞ് വേറെ കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ അതിന് വേണ്ടി വരികയില്ല, ഞാൻ നേരെ പോകുന്നു. കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുട്ടികൾക്ക് നേരിടേണ്ടി വന്നത് കടുത്ത പീഡനമാണെന്നാണ് ഈ ക്യാമ്പിൽ നിന്ന് തന്നെ പുറത്തു വന്ന ഒരു കുട്ടി തന്നെ നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നത്. ഹലോ, കേൾക്കാം അമൽ കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ 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 വെച്ചോ. കൊച്ചിയിൽ NCC ക്യാമ്പിലാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. കാക്കനാട് KMM കോളേജിലെ സ്കൂളിൽ കാക്കനാട് KMM കോളേജിലെ ക്യാമ്പിൽ പങ്കെടുത്ത സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. 70-ലധികം വിദ്യാർത്ഥികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. കോളേജിന് മുമ്പിലേക്ക് വിവരം അറിഞ്ഞ് അധ്യാപകർ എത്തി, പക്ഷേ കൃത്യമായ വിവരങ്ങൾ അവർ കൈമാറിയില്ല എന്നുള്ള വിമർശനമാണ് അധ്യാപകർ ഉയർത്തുന്നത്. ഭക്ഷണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ചില വിദ്യാർത്ഥികളും അവിടെ നിന്ന് പ്രതികരിക്കുന്നത് കണ്ടു. അമൽ സുരേന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, വലിയ പ്രതിഷേധം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അവരോട് ഈ വിവരങ്ങൾ കൈമാറുന്നില്ല എന്നുള്ളതാണ് ആ പരാതി, പ്രധാനപ്പെട്ട പരാതിയായി വരുന്നത്. ക്യാമ്പിന്റെ ഭാഗമായി വന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യബാധ ഉണ്ടായതിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ഈ കോളേജിനുള്ളിലേക്ക് ഇടിച്ചു കയറുകയും ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് കോളേജിനുള്ളിലേക്ക് വന്ന് തങ്ങളുടെ മക്കളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന രംഗമാണ് കാണാൻ സാധിക്കുന്നത്. മോനെ എന്തെങ്കിലും സംഭവിച്ചു? ഇവിടെ കുറെ വെള്ളം സംസാരിക്കാൻ പോലും പറ്റാത്ത ബുദ്ധിമുട്ടാണ്. ഇവിടെ കുറെ വെള്ളവും ഇതൊക്കെ തന്നിട്ട് ചൂടുവെള്ളം മാത്രം തന്നെ ഉള്ളു. എന്താന്ന് പോലും അറിയാൻ പാടില്ല എന്തൊക്കെയാണ് കേൾക്കണെന്ന്. ഇവർക്ക് കൊടുത്ത ഭക്ഷണം തീരെ നിലവാരമില്ലാത്ത ഭക്ഷണമായിരുന്നു ഇവർക്ക് കൊടുത്തത് എന്നാണ് ഈ വിദ്യാർത്ഥികൾ നമ്മളോട് പറയുന്നത്. അതിനോടൊപ്പം തന്നെ കുറച്ച് മുൻപ് നമ്മളൊരു വിദ്യാർത്ഥിയുമായി സംസാരിക്കുന്ന ഗതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിദ്യാർത്ഥി നമ്മളോട് പറഞ്ഞത് ഈ ഇവിടെ കൊടുത്തിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന അധികാരികളുടെ ഭാഗത്തു നിന്ന് NCC അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായത് ക്രൂരമായ പീഡനമാണ്, ഇടിവിള വെച്ച് തന്റെ മുഖത്തിടിച്ചു എന്ന് ആ വിദ്യാർത്ഥി നമ്മളോട് പറയുകയുണ്ടായി. അടിയുടെ മർദ്ദനത്തിന്റെ കാര്യം മാത്രമല്ല, ഇവർക്കുണ്ടായ ഭക്ഷണം വളരെ നിലവാരം കുറഞ്ഞ ഭക്ഷണമാണ് ഈ വിദ്യാർത്ഥികൾക്ക് നൽകിയത് എന്നുള്ള ഒരു ആരോപണവും വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ പറയുന്ന ഒരു കാര്യമാണ്, അവർ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു സ്നാക്സ് കഴിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ സ്നാക്സ് കഴിച്ചതിന് ശേഷവും അവർക്ക് ദേഹാസ്വസ്ഥ്യം ഉണ്ടായിരുന്നു. അപ്പോൾ സ്നാക്സ് കൊണ്ടാണോ അതല്ല ഇവിടുത്തെ ആഹാര പദാർത്ഥങ്ങൾ കൊണ്ടാണോ യഥാർത്ഥത്തിൽ തങ്ങൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എന്നതിനെ കുറിച്ച് വിദ്യാർത്ഥികളിൽ ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കോളേജിനുണ്ടായിരുന്ന ജലത്തിൽ നിന്ന് അല്ലെങ്കിൽ കിണറ്റിൽ നിന്നുണ്ടായ ഭക്ഷ്യവിഷബാധയാണ് യഥാർത്ഥത്തിൽ കുട്ടികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഈ വിദ്യാർത്ഥികൾ കഴിച്ചത് ചോറും സാമ്പാറും അടങ്ങുന്ന മീൽസ് ആയിരുന്നു. ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വിദ്യാർത്ഥികൾ അധികം ആളുകൾക്കും രക്ഷിതാക്കളെ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല, ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു. പിന്നീട് ആ ഗേറ്റ് തള്ളി തുറന്നാണോ ഈ രക്ഷിതാക്കളൊക്കെ അകത്തേക്ക് കടന്നിരിക്കുന്നത്? കാക്കനാട് KMM കോളേജിലെ ക്യാമ്പിൽ പങ്കെടുത്ത സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരിക്കുന്നത്. 73 വിദ്യാർത്ഥികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ പ്രതിഷേധം അവിടെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉയരുകയാണ്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇങ്ങനെ വിവരമറിഞ്ഞ് സ്വാഭാവികമായും രക്ഷിതാക്കളുടെ ആശങ്ക നമുക്ക് മനസ്സിലാവും. അവർ ആ വിവരം തിരക്കാൻ അവിടേക്ക് എത്തിയതാണ്, ആ കോളേജിന് മുമ്പിലേക്ക് എത്തിയതാണ്. പക്ഷേ
അവരോട് വിവരങ്ങൾ കൃത്യമായി കൈമാറുന്നില്ല എന്നുള്ള വിമർശനമാണ്, പരാതിയാണ് അവർ ഉയർത്തുന്നത്. ആശുപത്രികളിലൊക്കെ അന്വേഷിച്ചാണ് അവർ അതിൻ്റെ വിവരം തേടുന്നത്. ഇപ്പോൾ ചില കുട്ടികൾ അവിടെ നിന്ന് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രക്ഷിതാക്കൾ അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. അവർ പോലീസുകാരെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി. പോലീസുകാർക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടിയാണ് കുട്ടികളിൽ നിന്ന് കുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ള തങ്ങളുടെ കുട്ടികൾക്കുണ്ടായത് എന്താണ്, തങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും അപായം സംഭവിച്ചോ എന്നെല്ലാം തരത്തിലുള്ള ആകുലതയോട് കൂടിയാണ് മാതാപിതാക്കൾ ഈ കോളേജിനുള്ളിലേക്ക് വന്നത്. അവർ ഒരു വേള പോലീസിന് മേൽ തട്ടിക്കയറുന്ന ഒരു സ്ഥിതിവിശേഷം പോലും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾക്കുണ്ടായത് എന്താണ് എന്ന് അറിയുവാനുള്ള താങ്കളുടെ മൗലികമായിട്ടുള്ള താങ്കളുടെ ആവശ്യത്തെ, അല്ലെങ്കിൽ ഒരു മാതാപിതാക്കളുടെ ആ ഒരു ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ വളരെ രോക്ഷാകുലരായി കോളേജിനുള്ളിലേക്ക് ഇടിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു പഞ്ചാബി സാബിന്റെ ഭാഗത്ത് നിന്നും തങ്ങൾക്ക് നേരെയുണ്ട ഇടിവള വെച്ച് തങ്ങളുടെ മുഖത്ത് ഇടിച്ചു എന്നൊരു ആരോപണം ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. സർ, ഡു യു ലൈക്ക് ടു കമന്റ്? I don't know anything. You can meet my officer. Sir, but the situation is really bad here. Buddy, I seriously don't cannot anything. I cannot anything say. I cannot say anything. Please meet my officer. Where is your officer, sir? I don't know. He might be here or there. You can ask to the police officer. I don't know anything. ഈ NCCയുടെ ഭാഗത്ത് നിന്ന് NCC ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല. അവർ പറയുന്നത് നിങ്ങൾ എന്റെ ഉദ്യോഗസ്ഥനെ കാണൂ എന്നുള്ളതാണ്, നിങ്ങൾ എന്റെ അധികാരികളെ കാണൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ക്യാമ്പിൽ ഉൾപ്പെട്ട ഒരു കുട്ടിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്റെ മുഖത്തിൽ രണ്ടോട്ട് അടിച്ചിട്ടുണ്ട് സാബ്. ഇപ്പൊ പോയ സാബ് രണ്ടോട്ട് അടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ രണ്ടോട്ട് അടിച്ചിട്ടുണ്ട് മുഖത്തിന്റെ. എന്ത് പറഞ്ഞ അടിച്ചത്? വെറുതെ മൂക്കിന്റെ ഇവിടെ എന്തോ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പ്രാണീനെ എടുത്തല്ലപ്പോ അവർ വന്നിട്ട് മുഖത്തിന് രണ്ടടി അടിച്ചു. തല അടിച്ചു വീണ അവനെ തള്ളിയിട്ട്. പിന്നെ നമ്മ വെറുതെ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ തുടയാനായിട്ട് തടയുമ്പോ തന്നെ മുഖത്തിന്റെ അടിക്കും അവര്. ഇടിവള വെച്ചൊക്കെ അടിച്ചു? ഇടിവള വെച്ചിട്ട് അടിച്ചല്ലേ, കൈ കൊണ്ട് മുഖത്തിന്റെ അടിക്കും അവര്. കൈ വെച്ച് അടിച്ചണം. ഫുഡൊന്നും മര്യാദക്കുള്ള ഫുഡൊന്നും തന്നില്ല. അടിച്ചാണ് നെഞ്ചത്ര വേനെന്ന് ഷൂട്ടിനാണ് വലിഞ്ഞടിച്ചവര്. ചെയ്യാത്തൊക്കെ വെറുതെ ഒരു ചെറിയ പ്രശ്നമുള്ള മപ്പിനടിക്കും. ഞങ്ങളെ പണിഷ്മെന്റ് ഏൽപ്പിച്ച് ഞങ്ങളെ പണിഷ്മെന്റ് ഏൽപ്പിക്കുന്നുണ്ട്. ചോദിച്ചാൽ പിന്നെ കുറച്ചതിനെ കുടിക്കുമ്പോ ഒരു മാരത്തെ ചൊവ്വയൊക്കെയാണ്. കുളിക്കണ വെള്ളത്തിൽ വല്ല വേറൊക്കെ കാപ്പി കളറൊക്കെ വന്നത്. അതാണ് കുളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു കേൾക്കണില്ല. 4ാം നിലയിലുള്ളവർ എന്തോ നമ്മളെ ബാത്റൂം എല്ലാം പൊളിച്ചോണ്ട് നമ്മളിവിടെ വെയിലെത്തിയിട്ട് നമ്മളെ ഫുൾ ടൈം വരയുടെ ഏൽപ്പിച്ച്. പക്ഷെ ഒരു പച്ച വെള്ളം തരാൻ അവർ ഫുൾ ടൈം 12 മണിക്കത്തെ വെയിലെത്തിട്ട് വരയിട്ട് ബാത്റൂമിൽ നിന്ന് തന്നെ ആ വെള്ളം തന്നെ ഞങ്ങൾക്ക് കുടിക്കാനും അവർ ചൂടാക്കി തന്നു. അങ്ങനെ തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത് വെച്ച് നോക്കിയാൽ അങ്ങേയറ്റം കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നേരിടേണ്ടി വന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. വിദ്യാർത്ഥികളുടെ മുഖത്ത് ആഞ്ഞടിക്കുന്ന NCC ഉദ്യോഗസ്ഥരാണോ കേരളത്തിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ വേണ്ടി വരുന്നത് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇവിടെ മാതാപിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി അവർക്കുണ്ടായ ഈ ഒരു ഭക്ഷ്യവിഷബാധ മാത്രമല്ല, കുട്ടികൾക്ക് നേരെ ഉണ്ടായത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. അവർക്കെതിരെ NCCയുടെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ NCC ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാക്കനാട് KMM കോളേജിലെ ക്യാമ്പിൽ പങ്കെടുത്ത സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. 73 വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോളേജിന് മുന്നിൽ വലിയ പ്രതിഷേധം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. വിദ്യാർത്ഥികളെ കാണാൻ അവർ അനുവദിക്കുന്നില്ല, അധികൃതർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും പരാതി. 73 വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധയേറ്റത് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. കിണറ്റിലെ വെള്ളത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയെന്ന് ചില വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. അതല്ല, പുറത്തു നിന്നുള്ള ഭക്ഷണത്തിൽ നിന്നാണ് എന്ന് പറയുന്നു. NCC ക്യാമ്പാണ്, അതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സാഹചര്യമാണ് പൊതുവെ ക്യാമ്പിൽ ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥന്റെ പ്രതികരണം വരുന്നുണ്ട്. അതിനുവേണ്ടിയാണ് വന്നത്. പെർമിഷൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ പെർമിഷൻ കിട്ടിയിട്ട് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ക്യാമ്പ് നിർത്തി വെച്ചായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. നമ്മളിതിൻ്റെ ഫോളോ അപ്പ് നടത്തും, വേണ്ട പ്രിവെന്റീവ് മെഷേഴ്സ് മൊത്തം എടുക്കും. ഇന്നും നാളെയൊക്കെ ആയിട്ട് ഫുള്ള് നമ്മുടെ ഹെൽത്ത് സർവീസ് സ്റ്റാഫ് ഇവിടെ ഉണ്ടാവും. ഫുഡ് സാമ്പിൾ കളക്ട് ചെയ്യും, വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്യും. പിന്നെ നമ്മുടെ അഡ്മിറ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്
എല്ലാം നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിൽ എൻക്വയറി നടത്തിയിട്ട് അതിൻ്റെ സോഴ്സ് കണ്ടുപിടിച്ചത് വേണ്ട നടപടിയെടുക്കും. അല്ല, പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് അങ്ങനെ നമുക്കൊരു വ്യക്തമായൊരു തെളിവ് കിട്ടിയിട്ടില്ല. ഇല്ല, അതങ്ങനെ നമുക്ക് ഇപ്പോൾ ഒരു നിഗമനത്തിലെത്താൻ പറ്റത്തില്ല. നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടണം. റിസൾട്ട് കിട്ടാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാബ് റിസൾട്ട് കിട്ടിയതിന് ശേഷം നമുക്കങ്ങനെ വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതെന്ത് ഗുരുതരമൊന്നുമല്ല ആരുടെ നില. ഇപ്പം സാധാരണ ഉണ്ടാകുന്ന പോലെ വയറിളക്കം വോമിറ്റിങ്ങുമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് നേരെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അതിക്രമം ഉണ്ടായി, മർദ്ദനം ഉണ്ടായെന്നൊക്കെ ഒരു ആരോപണമുണ്ട്. അല്ല, അതിനെക്കുറിച്ച് നമുക്കറിയില്ല. അതായത് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സംഭവിച്ചത് എന്താണ് എന്നതിനെക്കുറിച്ച് ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തും. ഇവിടെ നിന്നുള്ള ഫുഡ് സാമ്പിളുകൾ എടുക്കും, വെള്ളത്തിന്റെ സാമ്പിൾ എടുക്കും. അതിനുശേഷം മാത്രമേ വിദഗ്ധമായിട്ടുള്ള ഒരു കാര്യം പറയുവാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്, ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകും, അന്വേഷണങ്ങൾ ഉണ്ടാകും എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കുട്ടികളെ കണ്ടപ്പോൾ അവർക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഭക്ഷണത്തിലുണ്ടായ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധ നേരിട്ടു എന്നതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്, NCC ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് ഒരു കുട്ടിയുടെ ഭാഗത്ത് മാത്രം ഉണ്ടാകുന്ന ആരോപണമല്ല, കുറച്ചധികം കുട്ടികൾക്ക് ഒരേ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട സ്ഥിതി വരുമ്പോൾ അത് ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ഇത്രയധികം കുട്ടികളെ 600-ലധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പിൽ ഇത്രയധികം കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടും തുടക്കത്തിലെ അതിനെ മറച്ചു വെക്കുന്ന ഒരു സമീപനമാണ് ഉദ്യോഗസ്ഥരുടെ. സുരേന്ദ്രനാണ് വിവരങ്ങൾ കാക്കനാട് നിന്ന് നൽകിക്കൊണ്ടിരുന്നത്. NCC ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. 73ഓളം വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ കാണിക്കുന്നില്ല എന്ന് തുടങ്ങിയ വലിയ ആരോപണമുണ്ട്. എന്തായാലും കർശന വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് NCC ക്യാമ്പ്. അവിടെ ആ ക്യാമ്പിൽ കഴിയുക എന്നുള്ളത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിൽ സാധാരണ ഭക്ഷണം അവിടെ പാചകം ചെയ്തൊക്കെയാണ് നൽകാറുള്ളത്. അത് ഏത് തരത്തിലായിരുന്നു ഇത്തവണ നൽകിയിരുന്നത്, പുറത്തുനിന്ന് ഭക്ഷണം എത്തിക്കുകയായിരുന്നു എന്നതൊക്കെ അതിലൊക്കെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്നാലും ഭക്ഷ്യവകുപ്പ് അവിടെ എത്തി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്.